ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ പോലെ തന്നെ ആദ്യം പവർ റൂം എല്ലാവരും ചേർന്നിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ അച്ചടക്കമില്ലായ്മ, സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, മാറി നിൽക്കുക, മടി കാണിക്കുക, കൃത്യമായ പങ്കാളിത്തം ഇല്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതനുസരിച്ച് പവറും ആദ്യം പോയി ഡിസ്കസ് ചെയ്തു. അവരുടെ നോമിനേഷൻ വന്നിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് പോകാൻ നോമിനേറ്റ് ചെയ്തത് നോറയെ ആണ്. നോറ ചില പവർ മീറ്റിങ്ങിലും ഒക്കെ വിളിക്കുന്ന സമയത്ത് വരാതെ റൂമിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്യൂട്ടീസൊക്കെ മാറി നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് നോറയെ ജയിലിലേക്ക് പവറും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഓരോരുത്തരായിട്ട് ഓരോ ആൾക്കാരെ വന്ന് പറയണം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ജാസ്മിനെയാണ്. കാരണങ്ങൾ പറഞ്ഞത് ജാസ്മിനെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഒരു ദിവസം ചെയ്തില്ല. പിന്നെ ടോയ്ലറ്റിൽ ചെരുപ്പിടാതെ പോയിട്ട് കൗച്ചിൽ കാല് കയറ്റി വെച്ചിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കാല് ഇറക്കി വെക്കാൻ. പക്ഷെ ജിൻഡോയോടുള്ള വാശി കാരണം ജാസ്മിൻ അത് ചെയ്തില്ല. അപ്പോൾ അത് മറ്റുള്ളവരും കൂടി എഫക്റ്റ് ആവുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞിട്ട് കൂടി ജാസ്മിൻ അത് തിരുത്താൻ തയ്യാറായില്ല. ആ ഒരു കാരണം കൊണ്ട് ഹൗസിലുള്ള ഭൂരിഭാഗം ആളുകളും, അതായത് ജാസ്മിന് പവറും കൂട്ടാതെ 7 പേരാണ് ജാസ്മിനെ ജയിലിലേക്ക് വിടാനായിട്ട് നോമിനേറ്റ് ചെയ്തത്. പിന്നെ അതിലും കുറച്ച് വോട്ടുകൾ കിട്ടിയത് 5 വോട്ടോടുകൂടി ഗബ്രിയാണ്. പിന്നെ ശ്രീരേഖയ്ക്കും അൻസിബയ്ക്കും ഓരോ വോട്ട് വീതമുണ്ട്. അപ്പോൾ നിലവിലെ പവർ ടീമിനെയും ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുന്ന ജിൻഡോ, ശ്രീതു, നന്ദന, ഇവർ 3 പേരെയും വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് ആദ്യമേ അറിയിച്ചിരുന്നു. അപ്പോൾ ജിൻഡോയെ ജയിലിലേക്ക് വിടാൻ ഒത്തിരി പേർക്ക് അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കാരണം ഓൾറെഡി ജിൻഡോ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നതുകൊണ്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മുടെ ജയിലിലേക്ക് പോകുന്നത് ജാസ്മിൻ ആൻഡ് നോറയാണ്. അപ്പോൾ ഇവരെ ജയിലിൽ ഓൾറെഡി ഇപ്പോൾ ഇവരെ ശത്രുക്കൾ പോലെയാണല്ലോ. ഇനി ജയിലിൽ പോകുമ്പോൾ ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ വരുമോ ഇല്ലയോ, അതോ ഇനി കൂടുതൽ അടിച്ച് പിരിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.